ആകാശവാണി. ചാതകപ്പക്ഷികൾ നാടകം. രചന ജാനമ്മ കുഞ്ഞുണ്ണി. സംവിധാനം മാത്യു ജോസഫ്. ശബ്ദം നൽകുന്നവർ സത്യനാഥ് രാമനാട്ടുകര, EN അജയ് കുമാർ, M വിനീന്ദ്രൻ, തങ്കച്ചൻ മരുതോങ്കര, P സാരംഗി. ചാതകപ്പക്ഷികൾ. മാഗി, മാഗി. യെസ് പപ്പ, ഞാനിവിടെ ഉണ്ട്. മഴ ചാറുന്നുണ്ട്. നീ തോട്ടത്തിൽ ഇറങ്ങിയിട്ട് കുറെ സമയമായല്ലോ. എന്റെ റോസ് ചെടികളൊക്കെ ക്ഷീണിച്ചു. എക്സാം തുടങ്ങിയതിൽ പിന്നെ എനിക്ക് എന്റെ ഓമനകളെ ശ്രദ്ധിക്കാനേ കഴിഞ്ഞിട്ടില്ല. നിന്റെ മമ്മ മരിച്ചതോടുകൂടി എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ലാതായി. എന്റെ മനസ്സിൽ ഇരുട്ട് നിറച്ചുകൊണ്ടല്ലേ നിന്റെ മമ്മ എന്റെ ജൂലിയറ്റ് പോയിക്കളഞ്ഞത്. ഷീ വാസ് ദ കാൻഡിൽ ഓഫ് മൈ ലൈഫ്. പപ്പ, ഡോണ്ട് ക്രൈ പപ്പ, പ്ലീസ് പപ്പ. ഓക്കെ ഓക്കെ മൈ കിഡ്. അവൻ നിന്നെ വിളിച്ചോ? പീറ്റർ, യുവർ ബോയ് ഫ്രണ്ട്, വിളിച്ചായിരുന്നോ? നോ പപ്പ, ഹി ഈസ് നോട്ട് മൈ ബോയ് ഫ്രണ്ട്. ഹി ഈസ് മൈ കൊളീഗ്, ഓൺലി മൈ കൊളീഗ്. നോ മൈ ഗേൾ, ഹി ഈസ് അവർ ഫാമിലി മെമ്പർ, യുവർ വുഡ് ബി. പപ്പ, ഐ ഡോണ്ട് ലൈക്ക് ഹിം, ഡോണ്ട് ലൈക്ക് ഹിം. മാഗി, പീറ്റർ നല്ലവനാ, എന്റെ ജൂലിയറ്റിന്റെ ചാർച്ചക്കാരൻ. നിന്റെ മമ്മയുടെ വലിയൊരു മോഹമായിരുന്നു നിങ്ങളുടെ വിവാഹം. ഞാൻ അവൾക്ക് വാക്കും കൊടുത്തിട്ടുണ്ട് അത് നടത്തിക്കൊടുക്കാമെന്ന്. പപ്പ, എന്റെ ഇഷ്ടം എന്റെ മമ്മിക്ക് അറിയാം. പീറ്റർ ചീത്തയാ, മദ്യപാനി, മര്യാദയില്ലാത്തവൻ. മാഗി, മിസ്റ്റർ മാധവൻ. മാഗി, മാഗി ഇറങ്ങുന്നുണ്ടോ? ഓ ഗോഡ്, 6:30. സമയം പോയതറിഞ്ഞില്ല. കം വിത്ത് മീ, എന്റെ വണ്ടി പോവാം. ഞാനും അങ്ങോട്ടാ. എഡ്വിനെങ്കിലും ഒന്ന് കാണണം. നോ താങ്ക്സ് മിസ്റ്റർ പീറ്റർ, എനിക്ക് ഷോപ്പിംഗ് ഉണ്ട്. അതിനെന്താ, എനിക്ക് തിരക്കില്ല, ഞാനും കൂടാം. നോ മിസ്റ്റർ പീറ്റർ, താങ്കൾ പൊയ്ക്കോളൂ. ഞാൻ പറയുന്നത് കേൾക്കും മാഗി, നമുക്ക് ഒരുമിച്ച് പോവാം. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ താൻ എന്തിനു നിർബന്ധിക്കണം പീറ്റർ? യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രശ്നമാണ്. ഓക്കെ മിസ്റ്റർ പീറ്റർ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നീണാൾ വാഴട്ടെ. ഞാനിതാ പോകുന്നേ. മിസ്റ്റർ മാധവൻ, ഞാനും ഉണ്ട് ബസ് സ്റ്റോപ്പ് വരെ. ഫ്രണ്ടിന്റെ കൂടെ പോകുന്നില്ലേ? എനിക്ക് കാറ് വേണ്ട, കാൽനട മതി. മാഗി, നീ എന്നെ അപമാനിക്കുകയാണോ അത് ഒഴിവാക്കണോ? ഡോണ്ട് ബി സില്ലി പീറ്റർ, ഡോണ്ട്. മനസ്സിലായി? യെസ്, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. മാഗി, വേഗം വരൂ, ഇനിയും വൈകിയ തന്റെ ബസ് പോകും. എനിക്ക് തിരക്കില്ല മാധവൻ, അടുത്ത ബസ് പിടിക്കാം. നോ നോ, അടുത്ത ബസ് അവിടെ എത്തുമ്പോ നേരെ ഇട്ടാകും. ഈ ബസ്സിന് തന്നെ പോണം. എനിക്ക് മിസ്റ്റർ മാധവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
ആദ്യമായി ഈ മിസ്റ്റർ വിളിയൊന്ന് നിർത്ത്. എന്നിട്ട് വേഗം നടക്ക്. സംസാരം നാളെയാകാം. നാളെയോ? നാളെന്ന് കരുതി ഞാൻ തന്നെ നീട്ടിക്കൊണ്ടുപോയിട്ട് വർഷം 1 കഴിഞ്ഞു. അതിനിടയിലാണ് പഠിപ്പും പരീക്ഷയും ഒക്കെ. എല്ലാം കഴിഞ്ഞു. ഇനി നീട്ടാൻ വയ്യ. നേരം വൈകുന്നു. ഒന്ന് വേഗം നടക്ക്. മാധവ, എന്റെ നെഞ്ചിലെ ഭാരമൊന്ന് ഇറക്കി വെക്കാൻ ദയവായി എന്നെ അനുവദിക്കണം. എന്റെ മാഗി, നിന്റെ നെഞ്ചിനെ നീറ്റുന്ന കാര്യം എന്താണെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. ഹൃദയത്തിന്റെ മാഗി, മോളോ? യെസ്. എന്താ പപ്പ? പീറ്റർ നിന്നെ കണ്ടിരുന്നോ? യെസ്, കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഒരേ ഓഫീസിലല്ലേ പപ്പ വർക്ക് ചെയ്യുന്നത്. അവൻ വലിയ ദേഷ്യത്തിലാണ്. ആര്, പീറ്ററോ? ഞാൻ പ്രതീക്ഷിച്ചു. എന്ത് പ്രതീക്ഷിച്ചു? എനിക്കറിയാം, നീ അവനെ ശുണ്ടി പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അയാൾ അങ്ങനെ പറഞ്ഞോ പപ്പ? പീറ്റർ അന്തസ്സുള്ളവനാ, സത്യക്രിസ്ത്യാനി, നമ്മുടെ സഭക്കാരൻ. സത്യക്രിസ്ത്യാനിയായ സഭക്കാരൻ. പപ്പയ്ക്ക് പീറ്ററിനെ കുറിച്ച് എന്തറിയാം? മദ്യപാനി, മുച്ചീട്ടുകളിക്കാരൻ. നിർത്ത്. പീറ്ററെ കുറിച്ച് നീ ഇനി ഒന്നും പറയണ്ട. നമ്മുടെ വംശക്കാർക്ക് എന്താ മദ്യപാനം പാടില്ലെന്നുണ്ടോ? നമുക്കല്ല, പപ്പയ്ക്ക്. പക്ഷെ എനിക്കത് പോരാ. പിന്നെ നിനക്ക് വേണ്ടത് മറ്റാരാണ് മാഗി? ഒരാളുണ്ട്, മാന്യൻ, മഹത്വമുള്ളവൻ, മിസ്റ്റർ മാധവൻ. മാഗി, അവനൊരു ഹിന്ദു അല്ലേ? നമ്മുടെ കൾച്ചർ, നമ്മുടെ മതം, വിശ്വാസം, അന്തസ് അതൊന്നുമില്ലാത്തൊരു ഹിന്ദുവിനെ നോ, മതം ഒരിക്കലും അത് അനുവദിക്കില്ല. ഞാൻ പറഞ്ഞേക്കാം. മതവും സഭയുമൊന്നും എനിക്ക് പ്രശ്നമല്ല പപ്പ. എനിക്ക് അവരുടെ അനുവാദവും വേണ്ട. പക്ഷേ എന്റെ പപ്പയുടെ അനുവാദവും അനുഗ്രഹവും എപ്പോഴും വേണം. ഇതില്ലാന്നു വന്നാൽ മാഗി വിവാഹം കഴിക്കില്ല പപ്പ. എന്റെ മമ്മ ഉണ്ടായിരുന്നെങ്കിൽ. ആ പീറ്റർ എങ്ങനെ അറിഞ്ഞാൽ എന്താ? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അയാൾ എന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ടിടത്തൊക്കെ ഗേൾ ഫ്രണ്ട്സും ആഡംബരവും. ഛീ, അയാൾ എന്റെ ജീവിത പങ്കാളിയാവുക അത് നടക്കില്ല പപ്പ. നടക്കും മോളെ, അതേ നടക്കൂ. എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും അവൻ നമ്മുടെ മതക്കാരനാ. മറ്റവനോ, ആ ഹിന്ദു, അവൻ നിന്നെ മയക്കിയെടുത്തതാ. നോ പപ്പ, അയാളുടെ വ്യക്തിത്വം എന്നെ സ്വാധീനിക്കുകയായിരുന്നു. അയാളെ ഞാൻ ആരാധിക്കുന്നു, അല്ല അഗാധമായി പ്രണയിക്കുന്നു. അതങ്ങ് മറന്നേക്ക് മാഗി. കർത്താവേ, എല്ലാം നശിച്ചല്ല. എന്റെ വംശം, വിശ്വാസം, മതം, എല്ലാം. മാഗി, hey Maggie. What do you want? I want you. I need you. ഇത് ഓഫീസാണ് പീറ്റർ. എന്റെ ഓഫീസ് സമയമാണിത്. I know. വൈകിട്ട് കാണണം. കൃത്യം 6 മണിക്ക്. ഞാൻ ആ സൗത്ത് ബീച്ചിൽ കടൽപ്പാലത്തിനരികിൽ നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. 6 മണിക്ക് ഞാൻ വീട്ടിലെത്തുന്ന സമയമാണ്. വരാൻ പറ്റില്ല. അത് സാരമില്ല. എഡ്വിനങ്കിളിനോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാൻ പറയാം. ബട്ട് യു മസ്റ്റ് കം. ഓക്കെ? ആര് പറഞ്ഞാലും ഞാൻ വരില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് നീ വന്നില്ലെങ്കിൽ ജർമ്മൻകാരനായ നിന്റെ ഫെർണാണ്ടസ് വല്യപ്പന്റെ കുഴിമാടം തുറക്കൂ ഈ പീറ്ററെ. പിന്നെ നിന്റെ ഈ പാല് പോലുള്ള ബോഡി ഉണ്ടല്ലോ, അത് ഞാൻ ഉയരോടെ അതിലിട്ട് മൂടും. Shut up! നീ എന്നെ പേടിപ്പിക്കുക. നിന്റെ ഒരു മോഹവും നടക്കില്ല. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമല്ല. വടക്കടേ. അപ്പോ at 6 o'clock ഡാർലിംഗ്, നീ എന്റെ അരികിലുണ്ടാവും. ഉണ്ടാവണം. ഫാദർ, എന്താണ് മകളെ? ഞാനൊരു പുരുഷനെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. സ്നേഹം ദൈവദത്തമായ അനുഗ്രഹമാണ് മകളെ. പക്ഷെ ഫാദർ, എന്റെ പപ്പ അതിനെതിരാണ്. സ്നേഹിക്കുന്നവരെ പിരിക്കാൻ ആർക്കും അധികാരമില്ല.
ഞാൻ എഡിനോട് സംസാരിക്കാം. അതുകൊണ്ട് കാര്യമില്ല ഫാദർ. കാരണം എല്ലാറ്റിനും പ്രശ്നമുണ്ടാക്കുന്നത് ആ പീറ്ററാണ്. ഓഫീസിൽ പോലും അയാൾ എനിക്ക് സ്വൈര്യം തരുന്നില്ല. പീറ്ററോ? അയാൾ നമ്മുടെ ഡിസൂസയുടെ മകനല്ലേ? പിന്നെ സഭയുടെ പ്രിയപ്പെട്ടവൻ, ദൈവവിശ്വാസി. പീറ്റർ മഹാമദ്യപാനിയാണ് ഫാദർ. മുച്ചീട്ടുകളിയുമുണ്ട്. എനിക്ക് അയാളെ ഇഷ്ടമല്ല. മദ്യപാനം പാപമാണ്. പക്ഷേ സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ് കുട്ടി. അതെന്തോ പീറ്ററിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല ഫാദർ. എന്നെ സഹായിക്കണം. ഞാൻ ഡിസൂസയോട് സംസാരിക്കാം. പീറ്റർ സമ്മതിക്കില്ല ഫാദർ. അയാൾ എന്നെ കൊല്ലുമെന്നാ പറയുന്നത്. അവനെ സാത്താൻ പിടികൂടിയിരിക്കുന്നു. ആട്ടെ, നീ സ്നേഹിക്കുന്നവൻ നമ്മുടെ സഭക്കാരൻ തന്നെ അല്ലേ? അത് അല്ല ഫാദർ. അയാൾ ഹിന്ദുവാണ്. കർത്താവേ, ഇവൾ ചെയ്യുന്നത് എന്താണെന്ന് ഇവൾ അറിയുന്നില്ല. ഇവളുടെ അപരാധങ്ങൾ കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ക്ഷമിക്കണമേ. ഫാദർ, അങ്ങ് ക്ഷമയോടെ എന്നെ കേൾക്കണം. ഞാൻ സ്നേഹിക്കുന്നത് മതത്തെയല്ല, മനുഷ്യനെയാണ്. എന്റെ മതവും എന്റെ വിശ്വാസവും എന്റെ സ്വന്തം കാര്യമാണെന്നതുപോലെ എന്റെ പ്രണയവും എന്റെ സ്വന്തം കാര്യമാണ്. ഇക്കാര്യത്തിൽ നീതിമാനായ ഫാദറിന്റെ പിന്തുണ മാത്രം മതി എനിക്ക്. മകളെ, നീ പറയുന്നത് ഫിലോസഫിയാണ്. ഒന്ന് ഞാൻ പറയുന്നു, നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും. മഹിമയേറിയ അങ്കിയായി നീ അത് അണിയുകയും ചെയ്യുമെന്ന് കർത്താവ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിനക്കത് നല്ലത് വരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിസ്റ്റർ എഡിൻ ഫെർണാണ്ടസ്. മിസ്റ്റർ എഡിൻ ഫെർണാണ്ടസ്. പപ്പ. എന്താ കുട്ടി, എന്താ നിനക്ക് ഉറക്കമില്ലേ? പപ്പ, ആരോ വാതിൽ മുട്ടുന്നു. സ്റ്റോപ്പ് മാഗി, ഡോണ്ട് ഡിസ്റ്റർബ് മീ. പപ്പ, പുറത്താരോ വാതിൽ മുട്ടുന്നു. ആരാത്? ഹു ആർ യു? ഹു ആർ യു? ആരാത്? എഡിൻ ഫെർണാണ്ടസ്. കർത്താവേ, പീറ്റർ, ഈ പാതിരാത്രി. പീറ്റർ? യെസ്, പീറ്റർ തന്നെ. ഡു യു നോ മീ? ഐ ആം പീറ്റർ ഡിസൂസ. കമീൻ. നീ കുടിച്ചിട്ടുണ്ടല്ലേ? യെസ്, കുടിച്ചിട്ടുണ്ട്. മകള് പറയാറില്ലേ, കുടിയൻ. യെസ്, ഷീസ് കറക്റ്റ്. ഐ ആം എ ഡ്രങ്കാർഡ്. ഇപ്പോൾ സമയം എത്ര ആയെന്നറിയാമോ നിനക്ക്? 1:30 midnight. ഈ സമയത്ത് നീ എന്തിനിങ്ങോട്ട് വന്നു? വന്നതോ? അത് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടി, അല്ല സോറി അല്ല, കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാൻ വന്നതാ. പാതിരക്കാണോടാ പെണ്ണ് ചോദിക്കാൻ വരുന്നത്? പീറ്റർ, നീ നന്നായി കുടിച്ചിരിക്കുന്നു. ഒന്നുകിൽ നീ അകത്ത് വന്ന് കിടന്നുറങ്ങേ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോ. നിങ്ങളെന്നോട് കൽപ്പിക്കുന്നു. ഹു ആർ യു? പറയണം. നിങ്ങളുടെ പൂഞ്ഞാറമുള എനിക്ക് കെട്ടിച്ച് തരുന്നോ ഇല്ലയോ? പീറ്റർ, നീ ഇപ്പോ പൊയ്ക്കോ. ഞാൻ ഡിസൂസയുമായിട്ട് സംസാരിക്കട്ടെ. ഡിസൂസ? ഓ, മൈ ഫാദർ ദ ഗ്രേറ്റ്. അതിന് അങ്ങേർക്ക് എവിടെ സമയം? ഈസ് ബിസി, ഓൾവേസ് ബിസി. നീ ടാക്സിയിലാണോ വന്നത്? അതെ, ടാക്സിയില്. എവിടെയാ അവള്? മാഗി മാലാകാം. അവൾ നല്ല ഉറക്കത്തില്ല. നിനക്ക് തീരെ ലെവലില്ല. പോയിക്കോണം ഇവിടെ നിന്ന്. യെസ് യെസ്, പുകളാം. പക്ഷേ തീരുമാനം പറയണം. അവളെ എനിക്ക് തരോ ഇല്ലേ? അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ പീറ്റർ? ക്രിസ്മസ് കഴിഞ്ഞോട്ടെ, നമുക്ക് ആലോചിക്കാം. ക്രിസ്മസോ? അതിന് 2 മാസമുണ്ട്. അപ്പോഴേക്കും അവളെ സാത്താൻ്റെ കൂടെ പോയിരിക്കും. അതാ സംഭവിക്കാൻ പോകുന്നത്. വിഡ്ഢിത്തം പറയാതിരിക്കും പീറ്റർ. മാഗി നല്ല സംസ്കാരമുള്ളൊരു പെണ്ണാണ്. അവിടെ ഒരു അന്യമതസ്ഥന്റെ കൂടെ ഒരിക്കലും ഓടിപ്പോകില്ല. ഓടിപ്പോവില്ല പോലും. നന്നായി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. എഡിനെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, പീറ്ററെ വിഡ്ഢിയാക്കിയ 2ന്റെയും കഥ ഞാൻ കഴിക്കും. കർത്താവേ, ഇവൻ എന്ത് ഭാവിച്ചിട്ട? ഇവനാണോ പപ്പ മാഗിയുടെ മാന്യനായ
ഭാവി വരൻ. മിസ്റ്റർ മാധവൻ, നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ ഉണ്ടെന്ന് കേട്ടല്ലോ. ഓ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഹേ, അത് കള്ളം. ഓർഡർ വന്നിട്ട് 3-4 ദിവസമായെന്ന് മാഗി പറഞ്ഞല്ലോ. ഞങ്ങൾ ഇന്നലെ ഒരു ഫിലിമിന് പോയിരുന്നു. മാഗി ഓഫീസിൽ വന്നിട്ട് തന്നെ ഒരാഴ്ചയായി. പിന്നെ എങ്ങനെ ട്രാൻസ്ഫറിന്റെ കാര്യം അറിഞ്ഞത്? അതെ അതെ, ഞങ്ങളൊരു ടൂറിലായിരുന്നു. അവർക്ക് നിർബന്ധം ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. അടുത്ത ആഴ്ച ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണല്ലോ. എൻഗേജ്മെന്റോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ എൻഗേജ്മെന്റ് താൻ എന്തിനറിയണം? അവളുടെ ഫാദറിന് വലിയ തിടുക്കം. അവക്കും അല്ല, എന്നെപ്പോലെ ഒരാളെ അവക്ക് സ്വപ്നം കാണാൻ കഴിയോ? സ്വപ്നം ആർക്കും കാണാം പീറ്റർ. അതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. അല്ല, താൻ എന്നെ പരിഹസിക്കുക. തൻ്റെ മോഹമൊക്കെ എനിക്കറിയാം. തൻ്റെ കളികളൊന്നും ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിനോട് വേണ്ട. ഞങ്ങളുടെ വംശം മുടിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് കരുതി നല്ല ചുണയുള്ള പുരുഷന്മാർക്ക് ഇപ്പോഴും പഞ്ഞൊന്നുമില്ല. നിങ്ങൾ ഹിന്ദുക്കള് നിങ്ങളുടെ പാട്ടിന് നിന്നാൽ മതി, അല്ലെങ്കിൽ വിവരം അറിയും. താനൊന്നും ചൂടാവാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും എന്റെ പ്രശ്നമല്ല. ഞാൻ ഈ രണ്ടിലും പെടില്ല. ഞാനൊരു മനുഷ്യനാ. എന്റെ മതവും അതുതന്നെയാ. തൻ്റെ ജാടയൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. മാഗി അവൾ എൻ്റെ പെണ്ണ്, ക്രിസ്ത്യാനി. അവളും ഞാനും വിവാഹിതരാകും. അതിനിടെ താൻ കയറി വരരുത്. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. മനസ്സിനിണങ്ങിയ സ്ത്രീ പുരുഷന്മാർ സ്നേഹിക്കും, അല്ല പ്രണയിക്കും. അത് സ്വാഭാവികമാണ്. അതിനിടയിലേക്ക് ഇടിച്ചു കയറി ചെല്ലരുത്. അത് ഞാനായാലും താനായാലും. സ്റ്റോപ്പ്. താൻ വലിയ ആളാവൊന്നും വേണ്ട. താനൊരു ഹിന്ദുവാ. ഞങ്ങളുടെ വംശം വേറെ. ഞങ്ങളുടെ കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ആചാരം, അതിലൊന്നും താൻ തലവെക്കരുത്, പറഞ്ഞേക്കാമാ. എന്താ ഭീഷണിയാണോ? അതെ, ഭീഷണിയാണ്. ഇനി താൻ മാഗിയുടെ പിന്നാലെ നടന്നാ കൊന്നുകളഞ്ഞാനോ? മിസ്റ്റർ പീറ്റർ, മാഗി എന്റെ സഹപ്രവർത്തകയാ, സുഹൃത്താ. ഞാനവരെ പ്രേമിച്ചിട്ടൊന്നുമില്ല. അവളുടെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് താൻ തന്നെ അങ്ങ് തിരുത്തിയാൽ മതി. അതിന് ഭീഷണിയും വാതുവെപ്പൊന്നും വേണ്ട. സോറി മിസ്റ്റർ മാധവൻ, എന്റെ മനസ്സ് അവൾ കാണുന്നില്ല. താനൊന്നിനെ ഹെൽപ്പ് ചെയ്യണം. താന് അവളൊന്ന് അഡ്വൈസ് ചെയ്യണം. അത് ബുദ്ധിമുട്ടാ. എനിക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല. പിന്നൊരു കാര്യം, മാഗിയെപ്പോലെ ഒരു നല്ല പെണ്ണ് പ്രേമിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ എനിക്ക് നിരാകരിക്കാൻ പറ്റില്ല. പിന്നെ ഗുണദോഷിച്ച് നോക്കാം. മാധവ, അപ്പൊ നീ അവളെ പ്രേമിക്കുന്നുണ്ടല്ലേ? ഒച്ച വെക്കണ്ട. ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യമാ ഇപ്പോൾ വരെ. പക്ഷേ മാഗിയെപ്പോലൊരു പെണ്ണിനെ ആർക്കാണ് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? അവൾ അത്രയ്ക്ക് നല്ല കുട്ടിയല്ലേ? മാധവ, എനിക്കവളെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അവളെ കിട്ടില്ല. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മാഗി, പ്രണയം വെറുമൊരു വേദനയല്ല, തീവ്രമായ യാതന തന്നെയാണ്. വിവാഹം അതിന്റെ പരിഹാരവുമല്ല. അതുകൊണ്ട് മാഗി, മൈ സ്വീറ്റി, നീ കരയുകയാണോ? പപ്പ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ, പ്ലീസ്. ഡോണ്ട് ബി സില്ലി മൈ ഗേൾ. നോക്ക്, വിവാഹം വളരെ സീരിയസ് ആയ ഒരു മാറ്ററാണ്. ഞാൻ ഡിസൂസയുമായി സംസാരിച്ചു. നെക്സ്റ്റ് മന്ത് 14th മനസ്സമ്മതം. നെക്സ്റ്റ് വീക്ക് വിവാഹം. അപ്പോ പപ്പ എല്ലാം തീരുമാനിച്ചു അല്ലേ? എന്റെ മോളുടെ ഭാവി അതെന്റെ ചുമതലയല്ലേ മൈ ഡിയർ? അപ്പോൾ എന്റെ ഭാവി തീരുമാനിക്കുമ്പോ എന്റെ ആഗ്രഹത്തിന് ഒരു വിലയുമില്ലേ? എന്താഗ്രഹം? ഓ മാധവൻ, അതൊക്കെ വെറും ഒരു ഫാസിനേഷൻ ആണ് മോളെ. നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസ്, നമ്മുടെ കൾച്ചർ, അത് വിട്ടൊരു കളിയില്ല മാഗി. കൾച്ചർ എനിക്കതിൽ താല്പര്യമില്ല പപ്പ. എന്റെ ലൈഫ് എനിക്കുള്ളതാ. മാധവനില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ പപ്പ. മാഗി, നിന്റെ മോഹം നടക്കില്ല. പീറ്റർ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടും. അതെന്റെ തീരുമാനമാണ്. പപ്പ, മാധവനില്ലാതെ എന്റെ മാധവൻ.
മാധവ, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ പറ. അവസാനായിട്ട് ഞാൻ ചോദിക്കുക, എന്നെ കൂടെ കൂട്ടാൻ ഒരു വഴിയില്ലേ? പറയൂ. എന്നെയും എന്റെ സ്നേഹത്തെയും പെരുവഴിയിൽ ഉപേക്ഷിക്കുകയാണോ മാധവ? നീ കാണുന്നില്ലേ ആർത്തിരമ്പുന്ന ആ കടൽ? എന്റെ മനസ്സ് അതിനേക്കാൾ പ്രക്ഷുബ്ധമാണ്. എന്റെ സ്നേഹത്തിന് അതിനേക്കാൾ ആഴമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ മാഗിക്ക്? ഞാൻ ആ തിരയിൽപ്പെട്ട് താണു പോവുകയാണ്. എന്നെ രക്ഷിക്ക് മാധവ. ഈ മണ്ണിൽ നമ്മളിൽ ഒരാൾ തനിച്ചാവില്ല. തീർച്ച തനിച്ചാവില്ല. എന്റെ പ്രണയം സത്യവും അനശ്വരവുമാണ് മാധവ. ഫാദർ, പറയൂ മകളെ, എന്താണ് നിനക്ക് പറയാനുള്ളത്? ഞാനൊരാളെ സ്നേഹിക്കുന്ന കാര്യം ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിസൂസയുമായി സംസാരിച്ചിരുന്നു മകളെ. അദ്ദേഹം എന്തു പറഞ്ഞു? ഡിസൂസയ്ക്ക് കാര്യം മനസ്സിലായി. പക്ഷേ പീറ്ററിനാണ് പ്രശ്നം. ഫാദറിന് പീറ്ററെ ഉപദേശിച്ചുകൂടെ? ദൈവദാസനായ എനിക്ക് വിശ്വാസികളെ ഉപദേശിക്കാനേ പറ്റൂ. നിർബന്ധിക്കാൻ വയ്യ മകളെ. ദൈവവിളിയില്ലാത്ത ഒരാൾ സഭയ്ക്ക് സ്വീകാര്യനാവില്ല എന്നത് മറ്റൊരു കാര്യം. ഫാദർ, മാധവനും മാഗിയും മനുഷ്യവർഗത്തിലെ 2 വ്യക്തികളാണ്. സ്ത്രീയും പുരുഷനും മതവും വംശവുമില്ലാതെ ഈ ഭൂമിയിൽ പരസ്പരം സ്നേഹിച്ച് മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമാണെങ്കിൽ നീതിമാന്റെ കോടതിയിൽ നിങ്ങൾക്ക് നീതി കിട്ടും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ കൈവിടരുതേ. മാഗി, എന്താ പപ്പാ? ഇന്ന് ഹോട്ടൽ ഡി പാലസിൽ പീറ്റർ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്ഷണിച്ചിട്ടുമുണ്ട്. പപ്പ പൊയ്ക്കോളൂ, ഞാൻ വരുന്നില്ല. അവൻ നിനക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നീ വന്നേ തീരൂ. എന്ത് പറഞ്ഞാലും ഞാനില്ല. അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ. ഞങ്ങൾ തീരുമാനിക്കും. നീ അതനുസരിക്കും. പപ്പാ, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. ചില കാര്യത്തിൽ പപ്പ വാശി പിടിക്കരുത്. ഓഹോ, നിനക്ക് പ്രായപൂർത്തിയായല്ലേ? എനിക്കതൊരു പുതിയ അറിവാണ്. നിന്റെ മമ്മ മരിക്കുമ്പോൾ നിനക്ക് എത്രയാ പ്രായം എന്നറിയുമോ? നിനക്ക് 4 ദിവസം. പിന്നീടൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കെല്ലാം നീയായിരുന്നു. ആ നീ നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസ്. മാഗി, നമ്മുടെ ലെഗസി, സൊസൈറ്റി സ്റ്റാറ്റസ്, വയ്യ അതൊക്കെ എനിക്ക് വലിച്ചെറിയാൻ. എനിക്കാവില്ല മാഗി. പപ്പ കരയരുത്. പപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്റെ മാധവനെ മറന്നോളാം. പക്ഷേ ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്കാവില്ല പപ്പ. മറ്റൊരു പുരുഷനോ? പീറ്റർ, നീ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എന്റെ ജീവിതം എനിക്ക് വിട്ടേക്കൂ പപ്പ, പ്ലീസ്. സി മാഗി, ഈ കാര്യത്തിൽ എനിക്കൊരു സെന്റിമെന്റ്സും ഇല്ല. പീറ്റർ വല്ലാതെ ക്ഷുഭിതനാണ്. അവൻ നിന്നെയും എന്നെയും നമ്മുടെ ഇഷ്ടത്തിന് വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? പറയ്. അവൻ നമ്മളെ ജീവിക്കാൻ പോലും അനുവദിക്കില്ല മാഗി. അതുകൊണ്ട് നീ നിന്റെ ആ കൊലീഗിനെ മറന്നേക്ക്. മാധവനെ ഞാൻ എങ്ങനെ മറക്കും? എനിക്ക് വയ്യ പപ്പ. ഹലോ. ഹലോ. കരയാതിരിക്കുമാകെ. നമ്മുടെ പ്രണയം സത്യമാണ്. പക്ഷെ അതിന്റെ സാക്ഷാത്കാരം വിവാഹമാകണമെന്ന വാശി പിടിച്ചിട്ട് എന്ത് കാര്യം? പ്രണയത്തിന്റെ നൊമ്പരവും വിരഹവും അതുണ്ടാക്കുന്ന യാതനയും പ്രണയ സാക്ഷാത്കാരം തന്നെയാണ്. അതുകൊണ്ട് പറയൂ മാധവൻ, അതുകൊണ്ട് ഞാൻ എന്ത് വേണം? പീറ്ററെ വിവാഹം കഴിക്കണമെന്നാണോ? പറയൂ. മാഗി, ശാന്തമായി ആലോചിച്ചു നോക്കൂ. 4 ദിവസം പ്രായമായ കുഞ്ഞിനു വേണ്ടി
ഒരായുസ് മുഴുവൻ കരുതലോടെ മാറ്റിവെച്ച നിന്റെ പപ്പയ്ക്ക് നീ നൽകുന്ന പ്രതിഫലം, അത് നിന്റെ ജീവനാണെങ്കിൽ പോലും അത് ത്യാഗമാണ്, കടമയാണ്. അതിന് തടസ്സമാകാൻ എനിക്ക് വയ്യ, തീരെ വയ്യ. മാധവൻ, നിങ്ങൾ എനിക്ക് വെറും ഒരു ലവർ മാത്രമല്ല, എന്റെ ജീവന്റെ സ്പന്ദനമാണ്. അത് നഷ്ടമായ പിന്നെ ഞാൻ ഉണ്ടാവില്ല മാധവൻ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത് സത്യം തന്നെയാ. ആ സ്ഥാനത്ത് മറ്റൊരാൾ ഉണ്ടാവുകയില്ല എന്നത് എന്റെ തീരുമാനം. പക്ഷേ എനിക്കതൊന്നും അറിയില്ല. ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ അഥവാ നിങ്ങൾ എന്റെ കൂടെ വേണം. അവനല്ലടി നിന്റെ കൂടെ ജീവിക്കുന്നത്, ഞാനാണ് ഈ പീറ്റർ. അത് നടക്കില്ല പീറ്റർ, ഇല്ല, അത് നടക്കില്ല എന്ന് നീ തീരുമാനിച്ച പോരല്ലോ. നമ്മുടെ വിവാഹം ഇന്ന് ഈ രാത്രി നടക്കും. മനസ്സ് ചോദ്യവും വിളിച്ചു ചൊല്ലലും ഒക്കെ ഇന്ന് തന്നെയാ. മനസ്സിലായോ നിനക്ക്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? വേണം. എന്റെ ഇഷ്ടം നടന്നില്ലെങ്കിൽ എന്റെ ശവം നിങ്ങൾ കാണേണ്ടി വരും. കണ്ടോളാം. ഞാൻ ഇക്കണ്ട കാലം കരുതി വെച്ച നിന്നെ കൈവിട്ടിട്ട് എനിക്ക് ജീവിക്കണ്ട. അത് നിങ്ങളുടെ ഇഷ്ടം, എന്നെ വിട്ടേക്ക്. ഇല്ല, എനിക്ക് നിന്നെ കിട്ടിയില്ലെങ്കിലും അവന് നിന്നെ ഞാൻ കൊട്ടിക്കലടി. പീറ്റർ, നിങ്ങൾ ബലവാനാണ്. എന്റെ പപ്പയും എന്റെ പള്ളിയും നിങ്ങൾക്കൊപ്പമാണ്. പക്ഷെ നിങ്ങൾ വാശി പിടിച്ചാൽ, നിങ്ങളുടെ വാശി ജയിച്ചാ നിങ്ങൾക്ക് എന്റെ ശവമേ കിട്ടൂ. മതി, എനിക്ക് അതായാലും മതിയടി. എന്നും ഞാൻ മോഹിച്ചതും നിന്റെ ശരീരം തന്നെയാ. അത് ശവമായിട്ടായാലും മതി. കർത്താവേ, എന്റെ കർത്താവേ, നീ എന്നെ കൈവിടുകയാണോ? മിസ്റ്റർ മാധവൻ, എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. മതം മാറുന്ന കാര്യമല്ലേ, അതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഞാനൊരു മനുഷ്യനാണ്, ഒരു മതത്തിന്റെയും പ്രതിനിധിയല്ല. താങ്കളുടെ മകളോട് എനിക്ക് സ്നേഹമുണ്ട്, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് തടസ്സം നിങ്ങളുടെ മതവും വംശമഹിമയുമാണെങ്കിൽ ക്ഷമിക്കണം. എന്റെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്കാവില്ല. എങ്കിൽ നിങ്ങൾ മാഗിയോട് പറഞ്ഞു മനസ്സിലാക്കണം, അവളെക്കാൾ നിങ്ങൾക്ക് പ്രധാനം നിങ്ങളുടെ നിലപാടാണെന്ന്. മാഗി നിങ്ങളുടെ മകളല്ലേ, നിങ്ങളുടെ മതത്തിലും വിശ്വാസത്തിലും വളർന്നവൾ. അവൾക്ക് എന്നെ മനസ്സിലാവും. ഞാൻ പറയാതെ തന്നെ അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്നേഹം വെറുമൊരു വികാരമല്ല, പരസ്പര വിശ്വാസം കൂടിയാണ്. മിസ്റ്റർ മാധവൻ, തർക്കത്തിനൊന്നും ഞാനില്ല. പീറ്റർ നിങ്ങളെക്കാൾ ഏറെ മാഗിയെ സ്നേഹിക്കുന്നുണ്ട്. പണവും പ്രതാപവും ഉണ്ടവന്. സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള താരതമ്യം വേണ്ട. പിന്നെ പണം, നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാനൊരു ധനികനല്ല. സ്നേഹം മാത്രം മതിയോ ജീവിക്കാൻ? പണം മാത്രം മതിയോ ജീവിക്കാൻ? പക്ഷെ പീറ്ററിന് ഇത് രണ്ടുമുണ്ടല്ലോ. പോരാത്തതിന് അവൻ ഞങ്ങളുടെ സഭക്കാരനും. വളരെ ശരിയാ. ഒരു കാര്യം ഉറപ്പു തരുന്നു, മാഗിയുടെയും പീറ്ററിന്റെയും വിവാഹത്തിന് ഞാനൊരു തടസ്സമാവില്ല. തീർച്ച. മതി, എനിക്കത് മാത്രം മതി. കർത്താവേ, നീ എന്നെ കൈവിട്ടുവല്ലോ. പ്രിയമാധവന് കർത്താവിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ആ സ്നേഹം എന്നും അനശ്വരമായിരിക്കും. ഞാനും കർത്താവും തമ്മിലുള്ള ഉടമ്പടിയാണത്. മാധവനില്ലാതെ മാഗിക്ക് ജീവിക്കാനാവില്ല. വേണ്ടടി, ഇനി നീ ജീവിക്കണ്ട. ഇത് പീറ്ററിന്റെ ന്യായവിധിയാ. പീറ്റർ, പീറ്റർ, നിന്നെ മാത്രമല്ല അവനെ ഞാനിത് കൊല്ലും. വേണ്ട. ഇല്ലടി, കൊല്ലുമെന്ന് അവനെ കൊല്ലും ഞാൻ. വേണ്ട, വേണ്ട പീറ്റർ. അഥവാ
ചാതക പക്ഷികൾ നാടകം സമാപിക്കുന്നു. രചന ജാനമ്മ കുഞ്ഞുണ്ണി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മാഗി പി സാരംഗി, മാധവൻ EN അജയ്കുമാർ, പീറ്റർ M വിനീന്ദ്രൻ, എഡ്വിൻ സത്യനാഥ് രാമനാട്ടുകര, ഫാദർ ക്ലെമന്റ് തങ്കച്ചൻ മരുതോങ്കര. സംവിധാനം മാത്യു ജോസഫ്. സഹായം P നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.